ഹായ് മക്കളെ, 10ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. സർക്കിൾസ് ആൻഡ് ആംഗിൾസ്, വൃത്തങ്ങളും കോണുകളും. അതിലെ പാർട്ട് 2 ആണ്, രണ്ടാം ഭാഗത്തിലേക്കാണ് പോകുന്നത്. നമ്മൾ പേജ് നമ്പർ 41 ക്വസ്റ്റ്യനുകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സോൾവ് ചെയ്യുന്നുണ്ട്. ഓക്കെ എടാ, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞൊരു ആംഗിളുമായിട്ട് ബന്ധപ്പെട്ട ഒരു സെറ്റ് ഒക്കെ ഓർമ്മ ഉണ്ടാവും. ഈ കാണുന്ന ആളെ നമ്മൾ പുഷ്പരാജ് എന്ന് വിളിച്ചു, ഇയാളെ അരപുഷ്പരാജ് എന്ന് വിളിച്ചു. നോക്കിയടാ, ഒരാളെയും കൂടെ പഠിച്ചോ. ഈ കാണുന്ന ആള് 180 മൈനസ് അരപുഷ്പരാജ് പഠിച്ചോ കേട്ടോ. അപ്പൊ പുഷ്പരാജ്, അരപുഷ്പരാജ്, 180 മൈനസ് അരപുഷ്പരാജ്. ഒരു എക്സാമ്പിൾ കാണിച്ചു തന്നെ കഴിഞ്ഞാൽ പെട്ടെന്ന് തീർക്കാൻ നമുക്ക്. ഇയാൾ 60 ആണ്, ഇയാൾ 30 ആണ്. അങ്ങനെയാണെങ്കിൽ ഇയാളെ കിട്ടാൻ വേണ്ടിയിട്ട് 180 ഇയാളെ മൈനസ് ചെയ്യുക. അങ്ങനെയാണ് ഇയാൾ 150 ആയിട്ടുള്ളത്. ഓക്കെ, ഒരു എക്സാമ്പിളോട് എനിക്ക് 140 ആണ് ഇവിടെ, പകുതി എഴുതി 70 എഴുതി. ഇയാളെ കിട്ടാൻ വേണ്ടിയിട്ട് 180 മൈനസ് ചെയ്തു, 180 നിന്ന് അയാളെ മൈനസ് ചെയ്തു, 110 എന്ന് പറയുന്ന ആൻസറും കിട്ടി. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ പേജ് നമ്പർ 41 ചോദ്യം എങ്ങനെയാണ്? ഇൻ ദ പിക്ചർ ബിലോ ദ സെൻട്രൽ ആംഗിൾ ഓഫ് എൻ ആർക്ക് ഓഫ് എ സർക്കിൾ ഇസ് ഷോൺ. ചുവടെയുള്ള ചിത്രത്തിൽ വൃത്തത്തിന്റെ ഒരു ചാപത്തിന്റെ കേന്ദ്രകോൺ കാണിച്ചിട്ടുണ്ട്. ഇൻ ഈച്ച് കാൽക്കുലേറ്റ് ദ ആംഗിൾസ് വിത്ത് ദ ആർക്ക് മേക്സ് അറ്റ് ദ അതർ പോയിന്റ്. ഓരോ ചിത്രത്തിലും ചാപം വൃത്തത്തിന്റെ മറ്റു രണ്ട് ബിന്ദുക്കളിൽ ഉണ്ടാക്കുന്ന കോണുകൾ കണക്കാക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. നോക്കാടാ, ഈ കാണുന്ന ആൾ നമ്മളെ പുഷ്പരാജ് 100 ആണെങ്കിൽ ഈ കാണുന്ന ആള് അരപുഷ്പരാജ് നേർപകുതി 50 ഡിഗ്രി ആയിരിക്കും എന്നുള്ള കാര്യം നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആരാണ്? 130 ഡിഗ്രി ആയിരിക്കും ഉണ്ടാവും മക്കളെ. 180 മൈനസ് അരപുഷ്പരാജ്, അല്ലെ 180 മൈനസ് അരപുഷ്പരാജ് നമ്മളിപ്പോൾ പഠിച്ചാണ്. അടുത്ത സ്ഥലത്താവട്ടെ, നിർഭാഗ്യവശാൽ ഈ കാണുന്ന ആംഗിൾ തന്നിട്ടില്ല. വേണ്ട, ഇതെല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 360 ഡിഗ്രിയാണ് വരേണ്ടതെന്ന് നമുക്ക് അറിയുന്നത് കൊണ്ട് തന്നെ ഈ കാണുന്ന ആംഗിൾ കിട്ടാൻ വേണ്ടിയിട്ട് 360 മൈനസ് 240 ചെയ്താൽ മതി മക്കളെ. അപ്പം നമുക്ക് അവിടെ കിട്ടുന്ന ആൻസർ 120 ഡിഗ്രി, 120 ഡിഗ്രി ആയിരിക്കും. ഇയാൾ 120 ആണെങ്കിൽ ഇയാളെ എഴുതാൻ നമുക്കറിയാം അരപുഷ്പരാജ് എത്രയാണ് മക്കളെ? 60 ഡിഗ്രി. ഈ കാണുന്ന ആൾ 60 ആണെങ്കിൽ ഇയാളെ എഴുതാൻ നമുക്കറിയാം 180 മൈനസ് 60. അവിടെ വരേണ്ട ആൻസർ ആരാണ് മക്കളെ? 120 ഡിഗ്രി. അതോടുകൂടെ ആ സെറ്റിലെ ചോദ്യങ്ങൾ എന്താണ്? അവസാനിക്കുകയാണ്. ഓക്കെ.